നീറ്റ് എക്സാം എന്ന് പറയുന്നത് എത്രത്തോളം കോമ്പറ്റീവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ കൂടുതൽ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന എക്സാം ആകാം നീറ്റ്. 2024 തന്നെ മോർ ദാൻ 24+ ലാക്ക് സ്റ്റുഡൻസാണ് നീറ്റിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻറ്റിൻ്റെ പകുതി അല്ലെങ്കിൽ മൂന്നിലൊരു ഭാഗം പോലും മെഡിക്കൽ സീറ്റ് നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതെല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ യുവർ ലക്ക് ആൻഡ് യുവർ റിസർവേഷൻ. നമുക്കറിയാം, ഒരു 600-650 മാർക്കുള്ള കുട്ടിക്ക് ചിലപ്പോൾ ഇക്കൊല്ലം MBBS സീറ്റ് കിട്ടിക്കാണണമെന്നില്ല. പക്ഷേ 450 or 500 ഉള്ള സ്റ്റുഡൻറ്റിന് ഈസി ആയിട്ട് ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കതൊക്കെ റിസർവേഷൻ അനുസരിച്ചാണ്. പൊതുവെ ആർക്കും അങ്ങനെ റിസർവേഷൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നമുക്കറിയാലോ, എല്ലാവരും പഠിക്കുന്നത് ഒരേ എഫേർട്ടും ഒരേ ഹാർഡ് വർക്കൊക്കെ ഇട്ടിട്ടാണ്. 600-500 മാർക്ക് കിട്ടണമെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടും നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ താഴെയുള്ള കുട്ടികൾ ഈസിയായിട്ട് ഗവൺമെൻറ് സീറ്റിൽ കയറി പോകുന്ന കാണുമ്പോൾ ആ നല്ല മാർക്കുള്ള സ്റ്റുഡൻറ്റിന് എത്രത്തോളം മാനസികമായി അത് വിഷമം ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാകുന്നതാണ്. സോ റിസർവേഷൻ മാറ്റിക്കളയണം എന്നാണ് പൊതുവെ എല്ലാവരുടെയും താല്പര്യം. നമുക്ക് പഠിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഒരാളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാം. അല്ലാതെ റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മാർക്ക് കുറവായിട്ടും മാർക്ക് കൂടുതലുള്ള സ്റ്റുഡൻറ്റിൻ്റെ സീറ്റ് തട്ടിക്കളഞ്ഞ് ഒരു സീറ്റ് മേടിച്ചെടുക്കുന്നത് എത്രത്തോളം നല്ലതാണെന്നും എനിക്കറിയില്ല. പക്ഷെ പൊതുവെ നല്ലതല്ലത്. എല്ലാവരും ഈക്വലായിട്ട് കാണണ്ടേ. റിസർവേഷനൊക്കെ തട്ടിക്കളഞ്ഞ് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സീറ്റ് ഉറപ്പ് വരുത്തണം. ഇവിടെ ഇങ്ങനത്തെ റിസർവേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറേ സ്റ്റുഡൻറ്റ് അബ്രോഡ് പോയി MBBS ചെയ്യുന്നത്. ഇവിടെ പ്രൈവറ്റിൽ ചെയ്യുന്നതിൻ്റെ പകുതി പോലും കോസ്റ്റ് വേണ്ട പഠിക്കാൻ. ഒരു 20 ലാക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ എൻ്റയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരാം. സോ ഈ നീറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർക്ക് ജീവിതത്തിൽ ഇനി ഒരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ എക്സാം എഴുതിയിട്ടുണ്ട്. ആ എക്സാമുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി റിസ്കി, കുറച്ചും കൂടി ഹാർഡ് വർക്ക് വേണ്ട ഒരു എക്സാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അതിന് വേണ്ട 100% ട്രൂത്ത്ഫുള്ളായിട്ട് നമ്മൾ നിന്നു. പക്ഷെ അൺലക്കിലി നമുക്കത് കിട്ടിയില്ല. സോ നമ്മളത് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കാരണം കൊണ്ടല്ല, നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അൺലക്കിലി നമുക്കത് കിട്ടിയില്ല. മേ ബി ഇതിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. താമസം പിടിക്കുന്നുള്ളൂ. എല്ലാ ഫെയിലിയറും എന്തോ വലിയ സക്സസിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ചിന്തിക്കുക. ഓൾവേസ് തിങ്ക് പോസിറ്റീവ് ആൻഡ് നെവർ കീപ്പ് എ നെഗറ്റീവ് തോട്ട് ഇൻ യുവർ മൈൻഡ്. നെഗറ്റീവ് തോട്ട്സിന് നമ്മളെ കില്ല് ചെയ്യാനേ സാധിക്കുള്ളൂ. ഒരിക്കലും നമുക്കതൊരു പോസിറ്റീവ് വൈബ് തരില്ല. സോ നെഗറ്റീവ് തോട്ട്സും ഓവർ തിങ്കിങ്ങും മാറ്റി വെച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവരും ജീവിതത്തിൽ എപ്പോഴും സക്സസ് ആകണമെന്നില്ലല്ലോ. എല്ലാവർക്കും ഒരു ഫെയിലിയറിൻ്റെ ടൈം ഉണ്ടാവും, സക്സസിൻ്റെ ടൈം ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സക്സസ് വിൽ ബി യുവേഴ്സ്.